കണ്ടതൊന്നുമേ സത്യമല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ കാണിച്ചു തരുന്നൊരു കൃഷ്ണൻ ഗുരുവായൂരപ്പനുണ്ട്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുന്നുണ്ട്. ഈ ബോധമൊക്കെ ഉള്ളിൽ വരണമെങ്കിൽ ഉള്ളിലേക്ക് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റൊക്കെ കണ്ണടച്ചൊക്കെ ഒന്ന് ജപിക്കാൻ പഠിച്ചാലേ ഉള്ളിലുള്ള ആ ഒരു വൈഭവത്തെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. രമണ മഹർഷിയെപ്പോലുള്ള മഹാന്മാർ പറഞ്ഞതാണ്, ആത്മദർശനമാണ് കൃഷ്ണദർശനം. മറക്കരുത്. കൃഷ്ണനെ ശരിക്കും കാണണമെങ്കിൽ എവിടെ കാണണം? ഇതൊക്കെയാണ് നാളെ ലോകം വിളിച്ചു പറയാൻ പോകുന്ന മന്ത്രങ്ങൾ. പരീക്ഷിത്ത് മഹാരാജാവ് ചോദ്യം ചോദിക്കുകയാണ്, ഈ ഭാഗവതം എന്താണ് ശരിക്കും? ഭാഗവതം എന്ന് പറയുന്നത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരമാണ് 2-ാം സ്കന്ധത്തിലെ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ ഭാഗവതത്തിൻ്റെ ഒറിജിനൽ എവിടുന്നാണ് ഈ ഭാഗവതം രൂപപ്പെട്ടതെന്ന് അപ്പോൾ ഒരു കഥ ആയിട്ട് അവതരിപ്പിക്കുകയാണ്. പണ്ട് ബ്രഹ്മാവ് അദ്ദേഹം ഇങ്ങനെ ഭഗവാന്റെ പൊക്കളിൽ വന്ന താമരയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ബ്രഹ്മാവ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ശരിക്കും ഞാൻ എവിടുന്നാണ് വന്നതെന്നും. ഇങ്ങനെ ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പുത്രനായ നാരദൻ വന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛന് വിഷമം വരരുത്, അച്ഛന് ബുദ്ധിമുട്ട് തോന്നരുത്, അച്ഛൻ എവിടുന്നാണ് വന്നതെന്നും. ഇന്നാണെങ്കിൽ അച്ഛൻ 2 കൊടുത്തിട്ടുണ്ടാവും. അച്ഛൻ കയറിയിരിക്കുന്നുള്ളൂ ഈ താമരയുടെ മുകളിൽ, എങ്ങനെയാണ് എവിടുന്നാണ് വന്നതെന്ന്. അപ്പം ബ്രഹ്മാവ് എനിക്ക് തോന്നണോ സത്യം പറഞ്ഞാൽ മലയാളി ആവില്ല. മലയാളി ആയിരുന്നു ഈ 2 കൊടുത്തിട്ടുണ്ടാവും. കുരുത്തം കണ്ടവൻ ചോദിക്കാൻ കണ്ടൊരു ചോദ്യം എന്ന്. ഞാൻ എവിടുന്ന് വന്ന് നീ എന്തിനാ നോക്കണം, നിൻ്റെ കാര്യം നോക്കിയാൽ പറയുന്നു. എന്നാൽ ബ്രഹ്മാവ് ആ ചോദ്യത്തെ ആത്മാർത്ഥമായിട്ടെടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, ഈ താമരയിലാണല്ലോ ഇപ്പം ഞാൻ ഇരിക്കുന്നത്, എന്നാൽ താമരയുടെ ഉള്ളിൽ കൂടി ഒന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ ബ്രഹ്മാവ് താമരയുടെ ഉള്ളിലൂടെ ഇറങ്ങിപ്പോയി എന്നാണ്. അങ്ങനെ ഇറങ്ങിപ്പോയപ്പോഴാണ് അത്ര ഈ താമര തണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ 4 ഓട്ടകൾ കാണാം. നിങ്ങൾ താമര വളയെ കൊണ്ടാട്ടം കഴിച്ചിട്ടുണ്ടോ അറിയില്ല. അപ്പം അതിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ പാലക്കാട് പോകണം. പാലക്കാട് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ താമര വളയെ കൊണ്ടാട്ടുണ്ടാക്കുക. അപ്പോൾ ഈ 4 ഓട്ടം എന്താ വെച്ചാൽ ബ്രഹ്മാവിൻ്റെ 4 തല ഇറങ്ങിപ്പോയതാണ് അത്രയും. കാരണം ഒരു തലയിലല്ലേ ഇറങ്ങിപ്പോകാണ്ട്, 4 തലയാണ്. അപ്പോൾ ബ്രഹ്മാവ് അങ്ങനെ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ ഉള്ളിൽ നിന്നൊരു അശരീരി കേട്ടു എന്നാണ്. എന്താ അശരീരി? ഉള്ളിൽ നിന്ന് പറയുകയാണ്, വഴി ബ്ലോക്കാണ്, പോകാൻ പറ്റില്ല. അങ്ങനെ പോകാൻ പറ്റില്ലേ? പറയണം പറ്റും. എന്ത് വേണം? ദ്യൗവക്ഷരം നാമഗിരീരി. 2 അക്ഷരം കേട്ടു എന്നാണ്. 16:21 16:21 കേൾക്കണം. അപ്പോൾ ബ്രഹ്മാവ് ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇതിൻ്റെ ഉള്ളിലും മാത്സ് ടീച്ചർമാരുണ്ടോ? ഈ 16:21 കേട്ട് ആരാ വന്നിരിക്കണത്? ബ്രഹ്മാവാണെങ്കിൽ നല്ല ബുദ്ധിയുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, ഭാഷയിൽ 16:21 എന്ന അക്ഷരങ്ങൾ രണ്ട് ഭാഷയിലുള്ള 2 അക്ഷരങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അതാണ് ത പ ത പ ത പ. ചുരുക്കി പറഞ്ഞാൽ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങണമെങ്കിൽ എന്ത് വേണം? തപസ് വേണം. അങ്ങനെ ബ്രഹ്മാവ് വീണ്ടും തപസ് ചെയ്തു. ജപിച്ച് അദ്ദേഹത്തിന് പറഞ്ഞില്ലേ, അസത്യത്തിൻ്റെ മുഖം തുറന്നു കിട്ടി. ഭഗവാന്റെ ദർശനം കിട്ടുകയാണ്. അവിടുന്ന് ബ്രഹ്മാവിന് വെളിപ്പെട്ട് കിട്ടിയതാണ്, റിവീൽഡായിട്ട് കിട്ടിയതാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതത്തെ വിളിക്കുന്ന പേരാണ് ചതുശ്ലോകി ഭാഗവതം. ശരിക്കും ഭാഗവതം എന്ന് പറയുന്നത്, അതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് ചതുശ്ലോകി ഭാഗവതമാണ്. ഇതൊന്നും പൊതുവെ ആരും അങ്ങനെ പഠിപ്പിക്കാറില്ല. എല്ലാവരും ഒരു പിടപടച്ച് പോവും. ഭാഗവതത്തിൻ്റെ ഈ വായിക്കുന്ന ഭാഗവത്തെ മൂലഭാഗവതം എന്നാണ് പൊതുവെ പറയാം. അതിനും ഒരു മൂലഭാഗവതമാണ് ഏത്? ചതുശ്ലോകി ഭാഗവതം. ഈ ഭാഗവതം ബ്രഹ്മാവിനായി ഭഗവാനിൽ നിന്നും വെളിപ്പെട്ടു. ബ്രഹ്മാവ് അതിനെ നാരദർക്ക് പറഞ്ഞു കൊടുത്തു. നാരദരതിനെ
വ്യാസർക്ക് ഉപദേശിക്കുമ്പോൾ പറഞ്ഞു ത്വം വിപുലീകുരു എന്ന് പറഞ്ഞാൽ ഈ 4 ഒന്ന് നല്ലോണം ഒന്ന് എന്ത് ചെയ്യണം. ഇത് നമുക്ക് മനസ്സിലാവും. പാല് മേടിക്കുന്നവരാണെങ്കിൽ മനസ്സിലാവും എന്താണ് ഈ വിപുലീകുരു. അതിപ്പോൾ നമ്മൾ ആരും മോശക്കാരല്ല. വീട്ടിലിപ്പം പെട്ടെന്നൊരു 10 അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ അകത്തേക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു വിപുലീകരണം ചെയ്ത് എങ്ങനെയെങ്കിലും നാണക്കേടില്ലാത്ത വിധത്തിൽ ആളുകൾക്ക് കൊടുക്കാൻ നമുക്ക് ചില അമ്മമാർക്ക് അതിനുള്ളൊരു കഴിവുണ്ട്. എന്ത് മിണ്ടണില്ല പലരും. ഏതിനുള്ളൊരു കഴിവുണ്ട്? വിപുലീകരിക്കാനുള്ളൊരു കഴിവുണ്ട്. ഉണ്ടോ ഇല്ലയോ? പെട്ടെന്ന് കുറച്ച് ആളുകൾ കയറി വന്നാൽ പെട്ടെന്ന് ഒരു പ്രശ്നമില്ല, അവർ വന്നോട്ടെ, ഒക്കെ റെഡിയാക്കാമെന്ന്. അതെങ്ങനെയാണ് റെഡിയാക്കുന്നത്? ഇതന്നെ ഭാഗവതം, ചതുശ്ലോകി ഭാഗവതത്തെ വിപുലീകരിച്ചു. അപ്പോൾ 4 ശ്ലോകങ്ങളാണ് ഭാഗവതത്തിൻ്റെ ശരിക്കും മൂലഭാഗവതം. അതൊന്ന് നമുക്ക് വായിക്കാം. 2-ാം അധ്യായത്തിൽ 2-ാം സ്കന്ധത്തിൽ 9-ാം അധ്യായത്തിലെ 32, 33, 34, 35 ഇതൊന്ന് ബൈഹാർട്ട് പഠിക്കാൻ പറ്റുന്നവരൊക്കെയാണെങ്കിൽ നല്ലതാണ്. കാരണം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അത് ഓർമ്മ വരും. ഈ 4 ശ്ലോകങ്ങളെ വിപുലീകരിച്ചിട്ടാണ് 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതം വ്യാസഭഗവാൻ തയ്യാറാക്കിയതെന്ന്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമുക്ക് വീടുകളിലൊക്കെ ഈ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചില കൂൾ ഡ്രിങ്ക്സിൻ്റെ എസൻസൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോഴന്നൊക്കെ പോയി ഇല്ലേ? പഴയ കാലത്ത് കണ്ടില്ലേ നിങ്ങൾ, വീടുകളിലൊക്കെ വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ എസൻസിൽ കുറേ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് അങ്ങനെ നമ്മൾ വിപുലീകരിച്ച് കൊടുക്കുന്ന പോലെ ഈ 4 ഡ്രോപ്പ് ഡ്രിങ്ക്സിൽ ബാക്കിയെല്ലാം കുറേ വെള്ളമൊക്കെ ഒഴിച്ച് 18,000 ശ്ലോകങ്ങളാക്കി വ്യാസഭഗവാൻ തന്നിരിക്കുന്നതാണ്. ഏത്? നമുക്ക് വ്യാസഭഗവാൻ എന്ന പ്രതിഭയെ നമസ്കരിക്കണം. കാരണം ഈ 4 ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എസൻസിനെ, അതിൻ്റെ സത്തൊരിക്കലും നഷ്ടപ്പെടാത്ത വിധത്തിൽ അതിൻ്റെ തത്വവും കഥയും ചേർത്ത് കോർത്ത് ഇതിനെ എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതായത് ഒരു സിനിമയ്ക്ക് ഒരു ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ, സ്റ്റോറിയുടെ ത്രെഡ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അങ്ങോട്ട് വിപുലീകരിച്ച് അതിനെ പല സീനുകളാക്കി അല്ലേ, പലതാക്കിയിട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പ്രധാന ത്രെഡ് ചെറിയൊരു ഇൻസിഡൻ്റ് ആയിരിക്കാം. ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്നാണ് പിന്നീട് ആ കഥ മുഴുവൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഗുരുവായൂർ കേശവൻ, ആ കേശവൻ്റെ ഭക്തിയാണ് പിന്നീടൊരു സിനിമയായിട്ട് അങ്ങനെ മാറുന്നത്. ബാക്കി കുറേ അങ്ങോട്ട് ഉണ്ടാക്കിയും കുറേയൊക്കെ അങ്ങോട്ട് ഒരു പൊടുപ്പും തൊങ്ങലൊക്കെ വെച്ച് അല്ലേ ഒരു ആലങ്കാരികമായിട്ടൊക്കെ അങ്ങോട്ട് പറയും. എന്ന് പറഞ്ഞ പോലെ ഈ 4 ശ്ലോകങ്ങളെ വ്യാസഭഗവാൻ അതിൻ്റെ തത്വം, അതിൻ്റെ എസൻസ് ഒട്ടും നഷ്ടപ്പെടാത്ത വിധത്തിൽ കഥയിലൂടെയും സാരങ്ങളിലൂടെയും അദ്ദേഹം ഒന്നുകൂടി സമ്പുഷ്ടമാക്കി. അത്രയും അതിൻ്റെ ആ ഒരു 4 ശ്ലോകങ്ങളുടെ തേജസ്, ശക്തി ഒന്നുകൂടിയും വർദ്ധിപ്പിക്കുകയാണ് ആര് ചെയ്തത്? അതുകൊണ്ട് ഈ ചേർത്തതുണ്ടല്ലോ, അതൊരു കൂട്ടിച്ചേർത്ത ഒരു, നമ്മൾ പറയില്ലേ എന്താണ്, അങ്ങനെ ഒരു ഭാഷയുണ്ടല്ലോ, എന്ത് ഏച്ചു കൂട്ടിയാൽ മുഴച്ചിരിക്കും, അങ്ങനെയുള്ളതല്ല ഇത്. ഏച്ചു കൂട്ടിയതല്ല എന്നർത്ഥം. ഇതൊന്നുകൂടിയും അതിനെ ഒന്നുകൂടിയും സമ്പന്നമാക്കി. അപ്പോൾ ആ സമ്പന്നമാക്കിയ ആ 4 ശ്ലോകങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2-ാം സ്കന്ധത്തിൽ ഏതൊക്കെയാണ്? 32, 33, 34, 35 എല്ലാവരും ഒന്ന് വായിക്കുക. അഹമേവ സമേവാഗ്രേ നാന്യത്യ സതസത്പരം പശ്ചാദഹം യദേതശ്ച യോവശിഷ്യേത സ്വസ്മ്യഹം ഹൃദയർത്ഥം യത് പ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായം യഥാ ഭാസോ യഥാ തമ യഥാ മഹന്തി ഭൂതാനി ഭൂതേഷു ചാവധിഷ്വനോ പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം യസ്യാൽ സർവത്ര
തത്ര സർവഥാ. എന്താ പറയുന്നത്? ഈ 4 ശ്ലോകങ്ങൾ. അഹമേവ അഗ്രേ ആസീത്. ഭഗവാൻ പറയുന്നു, ഞാൻ മാത്രമാണ് മുമ്പുണ്ടായിരുന്നത്. അഗ്രേ, അഗ്രേ എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ. പിന്നീട് പശ്ചാത്, അതിനുശേഷം സത്ത് അസത്തൊക്കെ ഉണ്ടായി. ഇനി ഇതെല്ലാം പോയി കഴിഞ്ഞാലും അവശിഷ്യതേ യോ അവശിഷ്യതേ തതും അഹമേവ അസ്മി. ഞാൻ മാത്രമേ അവശേഷിക്കുകയുള്ളൂ. അപ്പം ഞാനാണ് മുമ്പുണ്ടായിരുന്നത്, എന്നിൽ നിന്നാണ് സത്തും അസത്തും ഉണ്ടായിരിക്കുന്നത്, എല്ലാം എത്തിച്ചേരുന്നതും എന്നിലാണ്. ഇത് ഇന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ തലയിൽ കയറില്ല. പക്ഷെ ഈ ഒരു സത്യത്തിലേക്കാണ് ശാസ്ത്രലോകം പടിപടിയായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പ്രപഞ്ച വ്യവസ്ഥയെന്ന് പറയുന്നത്, സയൻസ് പഠിപ്പിക്കുന്നത്, ഈ പ്രപഞ്ച വ്യവസ്ഥ എന്ന് പറയുന്നത് ചലനാത്മകമായ പ്രപഞ്ചമാണ്. പ്രപഞ്ചം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചലിക്കുന്ന പ്രപഞ്ചം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ഇത് ചലിക്കുക മാത്രമല്ല, ചലിച്ചു വികസിക്കുകയും വികസിച്ചുകൊണ്ട് വീണ്ടും ചുരുങ്ങുകയും ചെയ്ത് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് അത് പോവുകയും ചെയ്യുന്ന ഒരു പരിണാമ പ്രക്രിയ. ചലനവുമുണ്ട്, വികാസ സങ്കോചങ്ങളുടെ ഒരു പരിണാമത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് പഠിക്കാൻ നിങ്ങൾ പുറത്തേക്ക് നോക്കണ്ട, സ്വന്തം ശരീരത്തിൽ സംഭവിക്കുന്നത് നോക്കിയാൽ മതി. ഒരു ഏജ് വരെ നമ്മളങ്ങനെ വികസിച്ചു. അത് കഴിഞ്ഞാൽ മാംസപേശികളൊക്കെ ചുരുങ്ങി ഇത് തന്നെയാണ് മരത്തിനും സംഭവിക്കുന്നത്, ഇത് തന്നെയാണ് മൃഗത്തിനും സംഭവിക്കുന്നത്, ഇത് തന്നെയാണ് നക്ഷത്രങ്ങൾക്കും സംഭവിക്കുന്നത്, ഇത് തന്നെയാണ് ഭൂമിക്കും സംഭവിക്കുന്നത്. അതായത് എല്ലാറ്റിനുമൊരു വികാസവുമുണ്ട്, എല്ലാറ്റിനുമൊരു ഈ വികാസ സങ്കോചങ്ങൾക്ക് 3 കാര്യങ്ങൾ ഇന്നും സയൻസിന് പറയാൻ പറ്റിയില്ല. സയൻസിന് ഇപ്പോഴും കൃത്യമുത്തരം തരാൻ പറ്റിയില്ല. ഒന്ന്, ഇതൊരു നിയമത്തെ അനുസരിച്ചു കൊണ്ടാണ് നടക്കുന്നത്. തോന്നിയതുപോലെയല്ല. അതിനൊരു താളമുണ്ട്, അതിനൊരു ക്രമചലനമുണ്ട്. ഒരു ക്രമത്തിൽ അത് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ചലനം അതിൻ്റെ വേഗതയിൽ പോകുന്നത് കൊണ്ട്, അത്യധികം വേഗത്തിൽ പോകുന്നത് കൊണ്ട് ഈ രൂപങ്ങളൊക്കെ കൂടി നിന്ന് അതിൽ ക്രമപ്രകാരമുള്ള വികാസവും ക്രമപ്രകാരമുള്ളൊരു സങ്കോചവും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ ചലനത്തിൽ ഒരു നിയന്ത്രണം വയ്ക്കാനും അതിലൊരു നിയമം വയ്ക്കാനും അതിലൊരു നിയന്ത്രണം വയ്ക്കാനും പ്രകൃതിക്ക് സ്വയം സാധ്യമല്ല. ഈ പ്രകൃതിക്ക് ഇതൊക്കെ സാധ്യമാക്കണമെങ്കിൽ പ്രകൃതിക്ക് ഈ ഒരു ഇതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ളൊരു ശക്തി അതിനുണ്ടാവണമെങ്കിൽ അതിന് പിന്നിലൊരു ശക്തി വേണം. വണ്ടി ഓടിക്കുന്ന ഒരാൾ വണ്ടിയെ നിയന്ത്രിച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്ത് അതിനെ സ്പീഡ് കൺട്രോൾ ചെയ്ത് എത്തിക്കുന്നിടത്ത് എത്തിക്കുന്ന പോലെ നമ്മുടെയൊക്കെ ശരീരം അങ്ങനെ വളർന്നു വരികയല്ല. ഇതൊരു നിയമത്തെ, നിങ്ങളുടെ ഹാർട്ട് ഒരു നിയമത്തെ അനുസരിക്കുന്നുണ്ട്. നമ്മുടെ സിസ്റ്റം എവിടെയാണ് ഈ നിയമം? ആരാണ് ഈ നിയമം? ഇത് പറയുമ്പോഴാണ് ഭഗവാൻ പറയുന്നത്, ഗീതയിൽ പറയുന്നത്, ആ നിയമം തന്നെയാണ് ഞാനെന്ന ഒരു നിരീക്ഷകൻ, ഞാനെന്ന് പറയുന്നൊരു ഇൻ്റലിജൻസ്. എന്നിപ്പോൾ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊരു വാക്കിലേക്ക് എത്തി. ഇനി പറയാൻ പോകുന്നൊരു കാര്യം പ്രപഞ്ച നിയമം, പ്രപഞ്ച താളം, പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം ഒരു ഇൻഫിനിറ്റ് ഇൻ്റലിജൻസിൻ്റെ കൈകളിലാണ്. ഒരു നിരീക്ഷകനിലാണ് നിരീക്ഷണമിരിക്കുന്നത്. നിരീക്ഷകനില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ ആർക്കും നിരീക്ഷിക്കാൻ സാധ്യമല്ല. നോക്കൂ, വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഐൻസ്റ്റീനിയൻ സയൻസ് നിരീക്ഷണത്തിൻ്റെ ശാസ്ത്രമാണ്. ഭാരതത്തിൻ്റെ സയൻസ് നിരീക്ഷകൻ്റെ ശാസ്ത്രമാണ്. മനസ്സിലാവുണ്ടല്ലോ? ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ കുറച്ചൊന്ന് പഠിക്കണം. അതിനാണ് എഴുത്തച്ഛൻ്റെ വരികളൊക്കെ ഓർത്ത് വയ്ക്കേണ്ടത്. അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന ആ ഒരു പൊരുളിലേക്കാണ് ഇപ്പോൾ സയൻസ് എത്തുന്നത്. സയൻസിന് മനസ്സിലായി, നിരീക്ഷകനില്ലാതെ നിരീക്ഷണം സാധ്യം. എങ്ങനെ സാധിക്കുക? ഈ നിരീക്ഷകൻ ബോധമാണ്.
ആ ബോധത്തിൻ്റെ സ്വാധീനം നിരീക്ഷണത്തിൽ ഉണ്ട്. നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, മനസ്സിലാവുണ്ടല്ലോ, മനസ്സിൻ്റെ ചിന്തകളിൽ നമുക്ക് പുറത്തു കടക്കാൻ്റെ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, ആ സ്വാതന്ത്ര്യം തരുന്ന ബോധം പ്രപഞ്ചത്തിൻ്റെ ചലനത്തിൽ നിന്നും സ്വതന്ത്രമാണ്. അതിന് പ്രപഞ്ച ചലനത്തെ സ്വാധീനിക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ, ഇവിടെ വെറും കോസ്മിക് എനർജി മാത്രമല്ല, ഇവിടെ ഒരു കോൺഷ്യസ് എനർജി ഉണ്ട്. ഭഗവാൻ അതാ പറയുന്നത്, ഞാനാകുന്ന കോൺഷ്യസ് എനർജിയിലാണ്, ഞാനാകുന്ന ആ ബോധ ഊർജത്തിലാണ് ഈ പ്രപഞ്ചമാകുന്ന ചലനങ്ങളും താളവും വികാസവും സങ്കോചവും ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടല്ലോ വലിയൊരു പരിവർത്തനം വരുത്താൻ സാധിക്കുന്ന ദൈവീകമായ ശക്തി നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിലെ നിരീക്ഷകനെ നമ്മൾ കാണണം. അതുകൊണ്ടാണ് ഋഷിവര്യന്മാരൊക്കെ പറഞ്ഞത് എങ്ങോട്ട് നോക്കാൻ? ഉള്ളിലേക്ക് നോക്കാൻ. ഭഗവാൻ അതാ പറഞ്ഞത്, ജ്ഞാനക്കണ്ണുകൊണ്ട് നിങ്ങൾ എന്നെ കാണൂ. പശ്യന്തി ജ്ഞാനചക്ഷുഷ എന്നാണ് പറഞ്ഞത്. ഏത് കണ്ണുകൊണ്ട്? മാംസക്കണ്ണുകൊണ്ടല്ല എന്നെ കാണേണ്ടത്. എഴുത്തച്ഛനൊക്കെ എത്ര വരികൾ എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലേ? എഴുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുകയാണ്, കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃതിസ്ഫുരിക്കും നാദഹരി നാരായണായത്. പൂന്താനവും അതന്നെ അവസാനം പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ അവസാനം ഈ ജീവൻ ബ്രഹ്മത്തെ പ്രാപിച്ചിടും എന്നൊക്കെ എഴുതി വച്ചിരിക്കുകയാണ്. അതൊക്കെ ഇത്തിരി ഒരു ബോധത്തിലൊക്കെ വായിക്കാൻ സാധിച്ചാൽ, കണ്ടതൊന്നുമേ സത്യമല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ കാണിച്ചു തരുന്നൊരു കൃഷ്ണൻ ഗുരുവായൂരപ്പനുണ്ട്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുന്നുണ്ട്. ഈ ബോധമൊക്കെ ഉള്ളിൽ വരണമെങ്കിൽ ഉള്ളിലേക്ക് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റൊക്കെ കണ്ണടച്ചൊക്കെ ഒന്ന് ജപിക്കാൻ പഠിച്ചാലേ ഉള്ളിലുള്ള ആ ഒരു വൈഭവത്തെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. രമണ മഹർഷിയെപ്പോലുള്ള മഹാന്മാർ പറഞ്ഞതാണ്, ആത്മദർശനമാണ് കൃഷ്ണദർശനം. മറക്കരുത്, ആത്മദർശനമാണ്. കൃഷ്ണനെ ശരിക്കും കാണണമെങ്കിൽ എവിടെ കാണണം? എവിടെ കാണണം? ആത്മദർശനത്തിലൂടെ ആരെ കാണണം? കൃഷ്ണനെ കാണാം. മറ്റത് വെറും ബിംബദർശനമാണ്. ആത്മദർശനം ഇത് തന്നെയാണ് ഋഷിവര്യന്മാരൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഈശാവാസ്യ ഉപനിഷത്തായാലും കഠോപനിഷത്തായാലും മുണ്ടകോപനിഷത്തായാലും എല്ലാ ഉപനിഷത്തിലും, എന്തിനേറെ അയ്യപ്പസ്വാമി അവിടെ എഴുതി വച്ചിരിക്കുന്ന മന്ത്രമുണ്ടല്ലോ, അതേതാണ്? ചാന്തോഗ്യോപനിഷത്തിൽ അച്ഛൻ മകന് പറഞ്ഞു കൊടുക്കുന്ന ശ്വേതകേതുവിന് ഉദാലകൻ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രമാണ് തത്വമസി ശ്വേതകേതു എന്നുള്ളത്. ഇത് ചാന്തോഗ്യോപനിഷത്തിൽ വരുന്ന മന്ത്രമാണ്. അവിടെയും പറഞ്ഞു കൊടുക്കുന്നത് ലുക്ക് വിത്ത് എന്നാണ്. നിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ പരമ വൈഭവം ഇരിക്കുന്നത് എന്നാണ്. എങ്ങോട്ട് നോക്കണം? എങ്ങോട്ട് നോക്കണം? സയൻസിന് പറയാൻ പോകുന്നത് എന്താ അറിയോ? പ്രപഞ്ച സത്യം കാണാൻ ഉള്ളിലേക്ക് നോക്കൂ. കാരണം നിരീക്ഷകനില്ലെങ്കിൽ നിരീക്ഷണമില്ല. സോ ഡിസ്കവർ യുവർ ഓൺ ഒബ്സർവർ ആൻഡ് ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത് ഓഫ് ദ വേൾഡ് എന്നാണ്. ഇത് കൃഷ്ണൻ ഗീതയിൽ 10-ാമത്തെ അധ്യായത്തിൽ 9-ാം ശ്ലോകത്തിൽ പറയുകയാണ്. ഇതൊക്കെയാണ് നാളെ ലോകം വിളിച്ചു പറയാൻ പോകുന്ന മന്ത്രങ്ങൾ, സയൻസിൻ്റെ മന്ത്രങ്ങൾ ഇതൊക്കെയാണ്. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാന്യേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. ഭഗവത്ഗീത 10:9. ഹേ അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈശ്വരൻ എന്ന് പറയുന്നതുണ്ടല്ലോ, ആരാണ്? ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തെ ഇതിനൊരു നിയമം പകർന്ന് നിയന്ത്രണം വെച്ച് നിർദ്ദേശം വെച്ചുകൊണ്ട് പ്രപഞ്ചമത് ചലിക്കുന്നു, അത് വികസിക്കുന്നു. അത് അനസ്യൂതം അങ്ങനെ തിരമാലകൾ വന്ന് പോകുന്ന പോലെ നമ്മളിങ്ങനെ എത്രയോ സെല്ലുകൾ ജനിച്ചു, എത്രയോ സെല്ലുകൾ മരിച്ചു. ബാല്യം വന്നു, ബാല്യം പോയി, കൗമാരം വന്നു. നിങ്ങൾ ഒരു തരത്തിലും പരിഭ്രമിക്കണ്ട. ഈ ശരീരം വീണാലും മറ്റൊരു ശരീരത്തിലേക്ക് ഉണരുന്ന മനസ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ പിന്നെ എന്ത് മരണഭയമാണ് നിങ്ങൾക്കുള്ളത്? ഈ ശരീരത്തിൽ നിന്നും മാറി മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്ന ഒരു മനസ്സിനെ കാണാൻ നിങ്ങൾക്ക് സാധിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മരണഭയമുണ്ടോ? അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയണത് ഉള്ളിൻ്റെ ഉള്ളിൽ. ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ്?
ശരീരത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ഒരു മനസ്സിനെയാണ്. അതുകൊണ്ടാണ് നമുക്ക് പേടിയും വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും. ഇതിൽ നിന്ന് വ്യതിരിക്തമായി രാവിലെ ഉണരുകയും രാത്രി വേർപ്പെടുകയും ഒരു ശരീരം വിട്ടുകൊണ്ട് മറ്റൊരു ശരീരത്തിലേക്ക് പറക്കുന്ന ഒരു പൂമ്പാറ്റയെ പോലെ പറക്കുന്ന ഒരു മനസ്സിനെ കാണാൻ സാധിക്കുക. അതൊന്നും എന്തൊരു അത്ഭുതമാണ്. ഇങ്ങനൊരു സത്യം എവിടെയുണ്ട്? 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 പുറത്തേക്കല്ല നോക്കേണ്ടത്. അകക്കണ്ണ് തുറന്നിടാൻ ആശാൻ ബാല്യത്തിലെത്തണം, ഉള്ളിലേക്ക് നോക്കണം. രമണ മഹർഷിയായാലും നാരായണ ഗുരുദേവൻ അതാ പറയുക, ഈ ഒരു സുഖം അനുഭവിച്ചാൽ ആഴണം വാഴണം നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ വാഴണം വാഴണം സുഖം. ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പരയുടെ പല്ലുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു നൂറ്റാണ്ടരനൊടി നിമിഷം പോലെ തോന്നും. തൻ്റെ ആത്മോപദ ശതകം എന്ന കൃതിയിൽ നാരായണ ഗുരുദേവൻ എഴുതി വച്ചിരിക്കുന്ന വരികളാണ്. ഈ ഒരു സുഖവും രസവും അനുഭവിക്കാൻ തുടങ്ങിയാൽ സമയം കടന്നു പോകുന്നത് പോലും അറിയില്ല, അങ്ങനെ കടന്നു പോകും. അത്ര ഒരു ആനന്ദമാണ്, രസമാണ്, സന്തോഷമാണ്. ജീവിതം ഒരു ഉത്സവമാക്കണ്ടേ? വേണോ വേണ്ടയോ? അതിന് കുറച്ച് പണിയെടുക്കണം. കുറച്ച് വർക്ക്ഷോപ്പിൽ പണിയുണ്ട്. എന്താണ് വർക്ക്ഷോപ്പിൽ പണി? ഇത് തുരുമ്പിച്ചു പോയി മനസ്സ്. ആ തുരുമ്പൊക്കെ ഒന്ന് മാറ്റി അതിനൊന്ന് നട്ടും ബോൾട്ട്. ചില ഈ നിങ്ങളുടെ വീട്ടിൽ ഈ ചില മെഷീൻ്റെയൊക്കെ ഈ പ്രത്യേകിച്ച് മോട്ടറിൻ്റെയൊക്കെ ഈ നട്ടും ബോൾട്ടും തുരുമ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് അഴിച്ചെടുക്കാൻ ഇത്തിരി പറയൂ. ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മനസ്സിനെ ഇങ്ങോട്ട് വേർപ്പെടുത്താൻ പറ്റില്ല. കാരണം അത്ര അത് തുരുമ്പിച്ചു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് ഓയിലൊക്കെ ഇട്ട് ഇതും പറഞ്ഞ് നിങ്ങൾ പോയിട്ട് വെളിച്ചെണ്ണ എടുത്ത് കഴിക്കരുതേ. ഇതങ്ങനെ വെളിച്ചെണ്ണ കഴിച്ചാൽ പോകുന്ന കാര്യമല്ലത്. മനസ്സിലായില്ലേ? ഞാൻ ഇത് പറയുന്നത് വളരെ സൂക്ഷിച്ചിട്ടാണ്. എനിക്ക് വലിയൊരു അബദ്ധം പണ്ട് പറ്റി. ഞാൻ ചെന്നൈയിൽ അണ്ണാനഗറിൽ സപ്താഹം നടത്തണം. എനിക്ക് ത്രോട്ട് വളരെ മോശം. കണ്ടിന്യൂസ് ആയിട്ട് സപ്താഹം. ഞാനിവിടെ അതാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. എനിക്കിപ്പോൾ 4ാമത്തെ നോൺ സ്റ്റോപ്പ് പ്രോഗ്രാമാണ് സപ്താഹം. ഒരു സപ്താഹം കഴിഞ്ഞാൽ വേറൊന്ന് എങ്ങനെ വരികയാണ്. അപ്പോൾ തൊണ്ടയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. നോൺ സ്റ്റോപ്പ് പറയല്ലേ. അപ്പോൾ അവിടെ എനിക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ആ സംഘാടകരോട് പറഞ്ഞു, എനിക്കിത്തിരി എന്തെങ്കിലും തൊണ്ടയ്ക്ക് പറ്റിയ ഒരു അരിഷ്ടം സംഘടിപ്പിക്കാനും. അപ്പോൾ അരിഷ്ടം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം, ഇത്തിരി ദശമൂല അരിഷ്ടവും അതുപോലെ ഈ തൊണ്ടയ്ക്ക് പറ്റുന്ന ഒരു അരിഷ്ടമുണ്ട്, അതിൻ്റെയൊക്കെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തു. അതിന് കടുത്ര കഷായം എന്നൊക്കെ പറയും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു കൂട്ട്. ഞാൻ രാവിലെ തന്നെ ഈ സപ്താഹത്തിന് അവിടെ വന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന് പറയാം. അരിഷ്ടക്കുപ്പി എൻ്റെ തൊട്ടടുത്ത്. അവിടെ ഞാൻ ആ സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് അരിഷ്ടക്കുപ്പി കണ്ടു. അപ്പം മുന്നിൽ ഇതുപോലെ വലിയ സ്റ്റേജാണ്. ഞാൻ അവിടെ നിന്ന് എൻ്റെ വിഷ്ണു സഹസ്രനാമമൊക്കെ കഴിഞ്ഞ്, വിഷ്ണു സഹസ്രനാമത്തിന് മുമ്പാണോ അറിയില്ല, ഇതൊരൊറ്റ കവിളൊരടിയാണ്. വായിലിറക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഇതെന്തോ പിണ്ടതയിൽ അണ്ടതയിൽ എന്തൊരു സാധനമാണത്. ഇതിനരിഷ്ടമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ ഒന്നും ആലോചിച്ചില്ല, മുറുക്കി പിടിച്ചു എൻ്റെ മനസ്സിനെ. വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞത് മീറ്ററെല്ലാം ഇളകിപ്പോയി. കാരണം അരിഷ്ടല്ല, ഉള്ളിൽ ചെന്നത് മറ്റേ ഓയിലാണ്. പിന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്, ഇത് സപ്താഹം കേൾക്കാൻ വന്ന അമ്മ ഏതൊരു പിണ്ടതൈലം വാങ്ങിച്ചു കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇത് അവർക്കുള്ള സാധനമാണ്, എനിക്കും ഇത് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത്. അപ്പോൾ ഈ സാധനം കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, മനസ്സിൻ്റെ തുരുമ്പ് പോവില്ല, പക്ഷെ വയറിൻ്റെ തുരുമ്പ് പോകുന്നുള്ളത്. എല്ലാ പിടുത്തവും വിട്ടു. അന്ന് എങ്ങനെയൊക്കെയാണ് വീണ്ടും അടുത്ത സെഷനിൽ കയറണ്ടേ? വയറ് സമ്മതിക്കണ്ടേ ഇതിന്? കാരണം ഓയിൽ അത്ര അകത്തേക്ക് 2 കവള് ഓയിലാണ് അകത്തേക്ക് നിന്നിരിക്കുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി, ഇങ്ങനെയൊക്കെയുള്ള ഉദാഹരണം പറയുമ്പം ഓർമ്മപ്പെടുത്തിയിട്ട് വേണം കൊടുക്കൽ. അല്ലെങ്കിൽ വല്ലവരും ഇത്തിരി അബദ്ധം ചെയ്ത് ഓയിലൊക്കെ കഴിച്ച് നാളെ ആശുപത്രി സ്വാമി പറഞ്ഞു തുരുമ്പിടിച്ചിരിക്കുകയാണ് മനസ്സ്, അതിനിത്തിരി ഓയിൽ കൊടുത്താലേ അതൊക്കെ ഒന്ന് തുരുമ്പ് പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അബദ്ധങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇതൊക്കെ പറയുമ്പോൾ ഉദാഹരണങ്ങൾ ഉപമകളൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം, മനസ്സിൻ്റെ തുരുമ്പ് പോവാനുള്ള ഒരേ ഒരു ഓയിൽ ഇത് തന്നെയുള്ളൂ. ഏതേ ഉള്ളൂ? നാമജപം മാത്രമേ ഉള്ളൂ. നിൽക്കട്ടെ. അപ്പം ഉള്ളിലൊരു അനന്തശക്തിയുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആരുണ്ട്? അഹമേവ അഗ്രേ ആസീത്. ആരുണ്ട്? ആരുണ്ട്? ഭഗവാനുണ്ട്. നിങ്ങളതിൻ്റെ ഒരു അംശമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, എല്ലാവരും എൻ്റെ അംശങ്ങളാണ്.